ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല. ഞാനും ചായ കിട്ടിയാ കൊള്ളായിരുന്നു. എനിക്കും. ദോശ ഉണ്ടാക്കിയാലോ? നല്ലതായിരുന്നു. എന്റെ സ്വഭാവം ചില സമയത്ത് എനിക്ക് തന്നെ പിടിക്കത്തില്ല. എനിക്കും പിടിക്കത്തില്ല. എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ എന്റെ കയ്യിൽ കൊള്ളും. എന്റെ കൊള്ളും 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 കൊള്ളും. എടി എന്റെ തിട്ടേ വന്നിരുന്നിട്ടാണ് നീ ന്യായം പറയുന്നുള്ള ഒരു ബോധം നിനക്ക് വേണം. ഇത് നിന്റെ തിട്ടയല്ലേ, അല്ലാതെ പത്തനംതിട്ടയൊന്നും അല്ലല്ലോ. പോയെന്ന് പറഞ്ഞു നോക്ക്. അന്നേരം നീ നേരത്തെ പറഞ്ഞത് പറ്റും. എന്തോന്ന്? കൊള്ളും 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 കൊള്ളും. എടീ പോടീന്ന് വിളിക്കുമ്പം ഇവിടെ ഇരിക്കുന്നവര് വിചാരിക്കും നീ ഞാൻ ഒന്നെങ്കിൽ ചേച്ചി അനിയത്തി, അല്ലെങ്കിൽ കൂട്ടുകാരി, അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ. ഇതൊന്നും അല്ല. ഇവളെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും ഞാൻ ആരാന്നും അവൾ ആരാന്നിട്ടേ. ഞാൻ ആരാടി? ഭാര്യ. ആരുടെ? നിന്റെ ഭർത്താവിന്റെ. നീ ആരാടി? ഭാര്യ. ആരുടെ? നിന്റെ ഭർത്താവിന്റെ. കണ്ടോ കണ്ടോ എന്റെ ഭർത്താവിന്റെ. എന്ന് മുതല് ഇന്നലെ രാത്രി മുതൽ. ശരിയാ ചില കെട്ടിയവന്മാര് കുടിക്കും. എന്റെ കെട്ടിയവന്റെ കാര്യം പറയുവാണെങ്കിൽ പ്രത്യേകിച്ചും അയാൾക്ക് ചില സമയത്തുണ്ടല്ലോ കുടിച്ചാ നല്ല സ്വഭാവം, കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിലും നല്ല സ്വഭാവം. കുടിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്തുവാന്നുള്ള ഒരു ബോധം പോലുമില്ല. വെളിവും വെള്ളിയാഴ്ചയൊക്കെ പറയത് കുടിക്കുന്നവരുടെ ഓരോരോ രീതികളാ. 10 മുതലെടുത്ത് നീ എന്റെ കെട്ടിയവനെ കയ്യും കലാശവും കാണിച്ച് എന്തിനാടീ രാത്രിക്ക് രാത്രി ഇവിടെ വന്ന് കയറിയത്? ഇവിടെ പറഞ്ഞത് കറക്റ്റായിട്ട് പറഞ്ഞില്ല. ഞാൻ ഷാപ്പിലെ കറിവെപ്പുകാരിയാണ്. എവിടെ ഭർത്താവിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഷാപ്പിൽ വന്ന് കള്ളു കുടിച്ച് വിഷമത്തോടെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ കറികൾ അങ്ങ് വിളമ്പി കൊടുത്തോണ്ടിരിക്കും. ഇങ്ങനെ വിഷമം കേൾക്കുമ്പോ എനിക്ക് വിരകമുണർത്തിയ മൊത്തം പറഞ്ഞില്ല. എന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ ബോധം പോയി. കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണാണ്. ഒരു പുരുഷൻ ഇങ്ങനെ പറയല്ലേ. ബോധമില്ലാത്ത എവരെ എടുത്തോണ്ട് ഞാൻ ഇങ്ങ് പോന്നു. ഇനി മുതൽ ഇതാണ് എന്റെ കൂടുതൽ സംസാരിക്കരുത്. അവിടെ പടുതിയും മൊട്ടം കൊണ്ടും. നിന്റെ പേര്? മീനാക്ഷി. എന്തോ നിന്റെ പേര്? ശാന്തി. നീ ഒരു ഹുമ്മിടുമ്പോ കുറഞ്ഞ ഞാൻ ഒരു പായിടണ്ടേ? പായെടുത്തോണ്ട് വാ, എനിക്ക് അകത്ത് കിടന്ന് ഉറങ്ങാം. എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ രണ്ടും കൂടി നല്ല ലാല പാടി വന്നപ്പോ പെരക്കകത്ത് കയറ്റാതെ ഇങ്ങനെ ഇവിടെ നിന്നെ അവിടെ ഇരുത്തി ഞാനും അവിടെ ഇരുന്ന് ഉറക്കമുളച്ചത്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. തീരുമാനം ഒന്നുമില്ല. ഇന്നോട് കൂടി നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഇന്നു മുതൽ ഞാൻ താമസം. നീ പറഞ്ഞിട്ട് വേണ്ട എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങി പോവാൻ. എനിക്ക് തോന്നുമ്പോ ഞാൻ പോകും. പോകുമ്പോ ഒരു കാര്യം, മുളക് പൊടിയും മല്ലിപ്പൊടിയും കായിരിക്കുന്ന സ്ഥലം കൂടെ പറഞ്ഞിട്ടേ പോവാകും. അതെന്തുവാ? അന്നേരം മീൻകറി ഭയങ്കര എനിക്കറിയാൻ വെച്ചു കൊടുക്കാൻ. നിന്റെ വീട് അവിടെ അടി നിന്റെ മണ്ണടി എന്തോയിനാണോ അവിടുന്ന് മുളച്ചു പൊന്തി വന്നത്. ഈ കിടക്കുന്ന ആളൊന്നും എണീക്കട്ടടി. ആരാന്ന് അപ്പ അറിയാം കേട്ടോ. എണീക്കട്ടെ. പോളെ പറട്ടെ. ഈ ജനറേറ്റർ ഓൺ ആകുമ്പോ തന്നെ ഞാൻ ഓണാകുന്നത്. ഇത് ഞാൻ എന്നും കേൾക്കുന്നതാ. ഇത് ആദ്യമായിട്ടും അവസാനമായിട്ടും കേൾക്കുന്നതായിരിക്കും. ഷാപ്പിൽ പോയി 2-3 അടിച്ചിട്ട് വരുമ്പം ഈ ഉടുതുണി ഏത് ഭാഗത്താണ് കിടക്കണമെന്ന് പറയാൻ പറ്റൂല. ഇത് നീ എടുത്ത് ഏത് രീതിയിൽ കൊണ്ടുവരുമെന്ന് അറിയാൻ വയ്യ. മോളെ എന്തോ ഇന്നലെ അടിച്ചതിന്റെ പ്രശ്നം. മോളെ എന്തോ എന്താണ്? എന്താ എന്തൊരു മോളെ ഭയങ്കര സന്തോഷത്തിലാണ്. സന്തോഷമോ? എന്റെയും മുഖം കണ്ടിട്ടോ സന്തോഷമാണോ? എന്ത് പറ്റി മോക്ക്? നീ വിഷമിച്ചിരിക്കണം. എന്ത് കാര്യം പറയടി? വിഷമിച്ചിരിക്കുന്നത് എന്തിനാന്ന് ഞാൻ തന്നെ പറയണോ? ആരാന്നോ? എന്നാ ചുമ്മാ ഉരുണ്ട് കളിക്കരുത്. നിങ്ങൾ ചുമ്മാ കിടന്ന് ഉരുണ്ട് കളിക്കരുത്. നിങ്ങളുടെ വായം കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. ഇതാരാ?
ഷാപ്പിൽ വെക്കുമ്പോ ഇങ്ങനെ കിടന്ന് തിളക്കണം. നീ കൂടുതലായിട്ട് തിളക്കൊന്നും വേണ്ട. പറ, ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം. എനിക്ക് നിങ്ങളുടെ വായിന്ന് തന്നെ അറിയണം ഇതാരാ. ടഫ് ക്വസ്റ്റ്യൻ ആണ്. ക്ലൂ വല്ലതും? ഓപ്ഷൻ എ കൂട്ടുകാരി. നോ, നെവർ. ഓപ്ഷൻ ബി അയൽവാസി. നോ താങ്ക്സ്. ഓപ്ഷൻ സി താങ്ക്സ്. ഭാര്യ. നോ നോ നോ. ഓപ്ഷൻ ഡി ഷാപ്പിലെ കറിവെപ്പുകാരി. എക്സാക്ട്ലി, യു വിൻ. ഞാൻ ഓർക്കുന്നു, വല്ലാണ്ട് ഓർക്കുന്നു. കിട്ടുന്നു, എനിക്ക് കിട്ടുന്നു. എനിക്കറിയാം, ഷാപ്പിൽ കറി വെക്കുന്ന ആ പെൺകുട്ടിയല്ലേ. ഇവരുടെ തലക്കറി ഒന്ന് കാണണം. കിടുക്കാട്ടി പൊളി, സൂപ്പറാണ്. എന്തിനു നിങ്ങൾ ഇവിടെ വന്നു? ഹോം ഡെലിവറി, ഹോം ഡെലിവറി. അതെ, ഈ വീട്ടിൽ നിന്ന് ഡെലിവറി ചെയ്യാനാ വന്നത്. പക്ഷെ ഞാനിവിടെ ഉള്ളപ്പോ ആ പ്ലാൻ നടക്കത്തില്ല. നിങ്ങൾ ഇന്നലെ കള്ളു കുടിക്കാൻ പോയോ? പോയി. കള്ളു കുടിച്ചായിരുന്നോ? കുടിച്ചാർന്നു. അവിടെ ചെന്നിട്ട് കല്യാണം കഴിച്ചാർന്നോ? കഴിച്ചാർന്നു. കല്യാണം കഴിച്ചായിരുന്നോ? കല്യാണം കഴിച്ചാർന്നില്ല. പിന്നെ അവര് കല്യാണം കഴിച്ചായിരുന്നോ? കല്യാണം കഴിച്ചാർന്നില്ല. പിന്നെ അവര് ഇത് മറ്റേ ഇതിന്റെ പേര് കല്ലുമ്മക്കായി കഴിച്ചാർന്നു. ഇവര് തന്ന് കഴിച്ചാർന്നു. നിന്റെ അടുത്ത് എന്തൊക്കെയാ പറഞ്ഞത് ഷാപ്പിൽ വെച്ച്? നിന്റെ ഞണ്ടുകറി കൊള്ളാം, പച്ചക്കറി കൊള്ളാം, മീൻകറി കൊള്ളാം, മത്തിക്കറി കൊള്ളാം, അയിലക്കറി കൊള്ളാം, ചൂരക്കറി കൊള്ളാം, എല്ലാം കൊള്ളാം എന്ന് പറഞ്ഞില്ലേ? 2-3 കറി കൂടെ കൊള്ളാന്ന് പറ. എന്തിനാ? ആ ബാക്കിനങ്ങ് പൊയ്ക്കോളൂ. പോയാൽ ശരിയാവൂല. ഈ പെണ്ണ് നാട്ടുകാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഴയൂലേ. എന്റെ അഭിമാനം എന്തരാവും? വിളിച്ചു വരുത്താം, പെട്ടെന്ന് പൊക്കളയല്ലേ. നാട്ടുകാരുടെ അവിടെ നിൽക്കട്ടെ. നീ എന്തുദ്ദേശം അടി ഇങ്ങോട്ട് വന്നത്? അത് വേറൊന്നുമില്ല. എന്റെ അടുത്ത് അണ്ണനെ ഇഷ്ടാണെന്ന് പറയുന്നതിനപ്പുറം പ്രകടിപ്പിക്കുമായിരുന്നു. പ്രകടിപ്പിക്കും. ഞാൻ ചന്തയിൽ പോയിട്ട് വരുമ്പോ പ്രകടിപ്പിക്കും. ഞാൻ കല്ലെടുത്ത് കൊടുക്കുമ്പം പ്രകടിപ്പിക്കും. പിന്നെ ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോ പ്രകടിപ്പിക്കും. കല്യാണം കണ്ടിട്ട് കുറെ മക്കളെ, നീ പറയാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അതൊന്നുമല്ല, ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ ഇങ്ങനെ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോ മീനിന്റെ തല പൂച്ച എടുത്ത് 1.5 കിലോമീറ്റർ പോയപ്പോ അണ്ണൻ ആ മീൻ തല തിരിച്ചെടുത്തോണ്ട് വന്ന് എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചു. ഉള്ളത് സത്യം പറയല്ലേ, മീൻ തല എടുത്തോണ്ട് ഞാനാണ് എടുത്തോണ്ട് കൊടുത്തത്. ആ ഒരു നന്ദി ഉണ്ട് അവർക്ക്. പെട്ടെന്ന് ഇങ്ങ് വന്നോ? പോയി അവിടെ നില്ലെന്ന്. ഈ വന്നെന്ന ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തിനാടി?